നെയ്യാറ്റിൻകരയിൽ റോഡിൽ കിടന്ന പ്രതിഷേധം. നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിൽ നിന്നും കോടതിയിലേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചെളിവെള്ളക്കെട്ടിൽ കിടന്ന് പ്രതിഷേധിച്ചത്. വ്യാപാരി സംഘടനകളും ജനപ്രതിനിധികളും വിവിധ സന്നദ്ധ സംഘടനകളും ചേർന്നാണ് പ്രതിഷേധിച്ചത്. 6 മാസങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച ഈ റോഡിൽ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് 2 മാസം മുൻപ് കോടതിക്ക് മുന്നിൽ അഭിഭാഷകരും ക്ലർക്കുമാരും പൊതുജനങ്ങളും ചേർന്ന് റോഡ് ഉപരോധിച്ചിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് ഉടൻ പരിഹാരം കാണുമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാളിതുവരെ വാക്കുപാലിക്കുവാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ഇന്ന് പൊതുജനം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബുധനാഴ്ചയ്ക്കുള്ളിൽ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാമെന്ന PWD അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. അതേസമയം വാക്കുപാലിച്ചില്ല എങ്കിൽ ബുധനാഴ്ച നെയ്യാറ്റിൻകരയിൽ കടകളടച്ച് ഹർത്താൽ ആചരിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പും നൽകി. മലിനമായ ഈ ചെളിയിൽ കിടന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം. ഇതൊരു നിസ്സാര സമരമല്ല. ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിവിധ സംഘടനകളുടെ നേതാക്കളെ, ഞങ്ങളുടെ ഒരു ധർമ്മസമരമാണ്. കഴിഞ്ഞ 1 വർഷമായി ഇവിടുത്തെ വെള്ളാനകൾ ഞങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ അവസാന ശ്രമമാണ് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ ഇവിടെ വന്ന് PWDയുടെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങൾ കൊണ്ട് ബുധനാഴ്ചയ്ക്കകം നമുക്ക് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് പരിപൂർണമായി കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വാഹനം ഇറക്കുന്നതിനും അമ്പലത്തിലേക്ക് വരുന്നവർക്കും കോടതിയിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും ഗതാഗത യോഗ്യമാക്കുമെന്നും ഗതാഗതം യോഗ്യമാക്കുന്ന രീതിയിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ ആ പ്രതിഷേധ. GTV ന്യൂസ് നെയ്യാറ്റിൻകര.